ഓക്കെ. ഡീറ്റെയിൽഡ് ഹാപ്പി വേഴ്സ് 3 ഒരു കുട്ടി സ്റ്റോറി പറഞ്ഞുതരാം. ഇപ്പോൾ പണ്ട് ഞാൻ ടെക്നിക്കലി നല്ല ഇതായിരുന്നു. അതായത് ഇപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ അതായത് ടോയ്സൊക്കെ മെക്കാനിക് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക അങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി എൻ്റെ അങ്കിൾ ഉൾപ്പെടെ ലൈക്ക് ഓൻ PhD മറ്റേതാ മറിച്ച എന്നൊക്കെ പറയും. ലൈക്ക് മിക്ക ആൾക്കാർ ഇപ്പോൾ ഞാൻ സൈക്കിളൊക്കെ നന്നാക്കും അങ്ങനെ ലൈക്ക് പല ടെക്നിക്കലി ഞാൻ ആ ഒരു സാധനത്തിൽ ഞാൻ കിടിലായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും നീ മറ്റേതാ മറിച്ചാവും. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താ ഈ 10 കഴിഞ്ഞ് IT പോവുക അല്ലെ പോളിടെക്നിക്കിൽ പോവുക അല്ലെ ലൈഫിൽ സെറ്റാവുക എന്നുള്ളൊരു പെട്ടെന്ന് ജോലി വാങ്ങുക എന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാനൊരു മൊമെൻ്റ് റിയലൈസ് ചെയ്തു ആക്ച്വലി ഞാൻ എന്താ ചെയ്യുന്നത്. ലൈക്ക് അതായത് 2 വേസ് ഉണ്ട്. ഞാൻ ഓക്കെ എനിക്ക് മേ ബി ഗവൺമെൻറ് ജോബ് കിട്ടുമായിരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ചിലപ്പോൾ എന്താ പറയുക ഗവൺമെൻറ് ജോബ് വാട്ടോ അല്ലേ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന മെക്കാനിക്കൽ ജോബാണെങ്കിൽ നമ്മൾ ഈ മറ്റേ വണ്ടിയിലൊക്കെ പണി ചെയ്ത് മറ്റേ കരിയും പോരുണ്ട് ഞാൻ അതിനെ കുറ്റം പറയുന്നതല്ല. ബട്ട് ഇറ്റ്സ് എ ഹാർഡ് വർക്ക്. ലൈക്ക് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ലൈക്ക് ഞാൻ ചെയ്യുന്ന ആളാണ്. ബട്ട് എന്തോ ആ ഒരു മൊമെൻറ്റ് റിയലൈസേഷൻ പോയിൻ്റ് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതെൻ്റെ ഫീൽഡല്ല. ആക്ച്വലി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യേണ്ട ആളല്ല. ലൈക്ക് എന്താ എനിക്ക് തന്നെ തോന്നിപ്പോയി ലൈക്ക് ഇതെന്തിനാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. കാരണം എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ 50,000 സാലറി ആയിട്ട് വരും. ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ് ഫീൽഡ്. എല്ലാവരും പറയുന്നു ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ആ ഫീൽഡിൽ പോകുന്നു. ആക്ച്വലി നമ്മൾ എന്തിനാ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊറ്റ ലൈഫേ ഉള്ളൂ. അത് എൻജോയ് ചെയ്യണം, സുഖമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള ആളാണ്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഫിനാൻസ് സ്റ്റോക്ക് ട്രേഡിങ് മറ്റേതൊക്കെ പഠിക്കുന്നതും. ഇതിന് നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ലൈക്ക് ഐ മീൻ ഫിനാൻഷ്യലി നമ്മൾ അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യണമെന്നും പഠിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ഇപ്പോൾ എന്താ 10 കഴിഞ്ഞ് എന്തെടുക്കണമെന്ന് എനിക്കറിയില്ല, +2 കഴിഞ്ഞ് എന്തെടുക്കണമെന്ന് അറിയില്ല, ഡിഗ്രി കഴിഞ്ഞ് എന്തെടുക്കണമെന്ന് എനിക്ക് ബോധമുണ്ട്. അതാ എനിക്ക് ബോധമുണ്ട്. അതിന് മുമ്പത് എനിക്കറിയില്ല ഞാൻ എന്താണ്. ലൈക്ക് ഇപ്പം എന്താ പറയുക നമുക്ക് നമ്മുടെ മക്കളുണ്ട് അല്ല ചില ആൾക്കാരൊക്കെ എനിക്കറിയാം ഡാൻസിന് തള്ളി ഉന്തി വിടും, പാട്ടിന് തള്ളി ഉന്തി വിടും. എന്നെ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കഴിവാണുള്ളത് നമ്മൾ പല ടെസ്റ്റുകളും നടത്തി ഓക്കെ ഇതിലെനിക്ക് കഴിവുണ്ട് ലൈക്ക് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരിത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ സൗണ്ട് ഇറ്റ്സ് എ വെരി ബാഡ്. ഐ മീൻ അങ്ങനെ പറയുകയല്ല. ബട്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടല്ലോ. അതാ അടുത്ത വീഡിയോ പറയാം. ഓക്കെ.